എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് റാഗി പുട്ട് തയ്യാറാക്കുന്ന വിധമാണ്. ഈ ഒരു ഹെൽത്തി റാഗി പുട്ടിലേക്ക് അതിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യമേ ആവശ്യമുള്ളത് 2 ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും 2 കപ്പ് അളവിലെ റാഗിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. 2 തവണകളായിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ടും. ഒരു തരി പോലും കട്ടകളില്ലാതെ പൊടിച്ചെടുത്ത റാഗിപ്പൊടി ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ പൊടിയിലേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുഴച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മറ്റൊരു പാത്രത്തിലേക്കാണ് ഞാനിവിടെ മാറ്റിയിട്ടുള്ളത്. കൂടെ തന്നെ തിരുമിയെടുത്തിട്ടുള്ള അരമുറി നാളികേരം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നാളികേരം നല്ലോണം തിരുമിയെടുത്തതിന് ശേഷം ആ ഒരു പാല് കൂടി ചേർത്തിട്ട് വേണം ഈ ഒരു റാഗിപ്പൊടി ഒന്നുകൂടെ കുഴച്ചെടുക്കാനായിട്ടും. അതിനുശേഷം ആവി വരുന്ന ഒരു പുട്ടുകണയിലേക്ക് വാരി നിറച്ച് നമുക്ക് ഈ പുട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുത്ത് 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചു കൂടെ എടുക്കണം. ഇനിയിപ്പോൾ പുട്ട് വെന്ത് കഴിഞ്ഞാൽ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ കുത്തിയെടുക്കാം. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഒരു തരി പോലും കറിയില്ലാതെ കഴിക്കാൻ പറ്റിയതുമായ ഹെൽത്തി റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പൊടി നനച്ചെടുക്കാനായിട്ട് ഒരു തുള്ളി പോലും വെള്ളവും ആവശ്യവുമില്ല. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മൾ ഇതുപോലെ ഹെൽത്തി പുട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വീഡിയോ കണ്ട എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും